Hello guys, it's me Telma. Welcome back to my channel. Welcome to another skincare DIY video. Actually skincare alla hair care aanu nammada hair bhayangara smooth aayittu soft aayittu silky aayittu konduvaran vendi oru best hair pack aanu. Best nu parayumba ettom minimal products kondu ettom minimal ingredients kondu namukku cheyan pattuna oru effective hair pack aanu idu. Appo ningalku adipoli smooth soft hair venengi ee oru pack ningal endayalum try cheyidu nokka. Ee oru video thodangunnadinu munne iduvare ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും യു വിൽ ഗെറ്റ് നോട്ടിഫൈഡ്. അപ്പോൾ നമ്മുടെ ഈ ഹെയർ പാക്കിന് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനം ഇതാണ്, ചോറാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന സമയത്ത് കുറച്ച് ചോറ് മാറ്റി വെക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ചോറ് മാറ്റി വെക്കുന്ന ആ ഒരു ചെറിയൊരു എഫേർട്ട് നിങ്ങളുടെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് സ്മൂത്തി ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഈ ചോറാണ്. അപ്പോൾ ഈ ചോറ് ഇങ്ങനെയല്ല വേണ്ടത്, നമ്മൾ മറ്റേ മിക്സിയിലിട്ട് അടിച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കണം. അപ്പോൾ നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ ഒരു പേസ്റ്റിലാക്കി മാറ്റണം. അപ്പോൾ നമ്മൾ വെറുതെ ചോറിട്ട് മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേസ്റ്റ് ആവത്തില്ല. നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളമോ സാധാ വെള്ളമോ ഒക്കെ ഒഴിച്ചിട്ട് വേണം ഇതുപോലെ പേസ്റ്റ് ആക്കാൻ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് തൈരാണ്. അപ്പോൾ തൈര് നമുക്കൊരു 2 സ്പൂണോളം ഒഴിക്കാം. ഒരു 3 സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല, ഒഴിക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് എണ്ണയാണ്. അപ്പോൾ ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് ഇട്ടാലും മതി, അല്ലെങ്കിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ ഇടാം, എന്ത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഇടാം. ഇത് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലാണ്, വീട്ടിൽ തന്നെ കാച്ചിയ എണ്ണയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മളിത് ഓരോ സ്ട്രാൻഡ്സ് എടുത്ത് ഓരോ ഹെയറിൻ്റെ സ്ട്രാൻഡ്സ് എടുത്തെടുത്ത് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഓരോ സ്ട്രാൻഡ്സ് ആയിട്ട് എടുത്തിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് മുടി മുകളിലോട്ട് കെട്ടി വെക്കാം. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു ഡൗട്ട് തോന്നുന്നുണ്ടാകും, ഞാനിപ്പോൾ ഒരു DIY വീഡിയോ ചെയ്താലും മിക്ക ഡ്രസ്സുകളിലും ഞാൻ ഏറ്റവും ഫസ്റ്റ് ഓപ്റ്റ് ചെയ്യുന്ന ഈ ഡ്രസ്സാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ കെയർ ആണെങ്കിലും ഹെയർ കെയർ ആണെങ്കിലും ഞാനത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഡ്രസ്സിൽ ഫുള്ളാകും, ഡ്രസ്സാകും, അവിടെ ഇരിക്കുന്നിടത്തൊക്കെ ആകും, എല്ലായിടത്തും ഞാൻ ഭയങ്കര മെസ്സി ആയിട്ടാണ് ചെയ്യാറ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു എന്താ പറയുക ഒരു വർക്കിംഗ് ഡ്രസ്സ് എന്ന് പോലെ പറയാം. എന്നിട്ട് അങ്ങനെ ഒരു ഡ്രസ്സായിട്ട് ഈ ഒരു ഡ്രസ്സും അങ്ങനെ വേറെ 2-3 ഡ്രസ്സൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യണത്. അതുകൊണ്ട് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡ്രസ്സാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ മിക്ക വീഡിയോസിലും ഈ ഒരു ഡ്രസ്സ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അതെനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. ഇപ്പോൾ കമൻറ്റായിട്ടാണെങ്കിലും ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും എനിക്കിങ്ങനെ മെസ്സേജ് വരും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ക്ലാരിഫൈ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിലുള്ള സാധനങ്ങളുടെ ബെനിഫിറ്റ്സ് പറയാം. അപ്പോൾ നമ്മുടെ ബോയിൽഡ് റൈസ് അല്ലെങ്കിൽ ചോറ് നമ്മുടെ ഹെയറിൽ എത്രമാത്രം ബെനിഫിറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര എഫക്റ്റീവാണ്. കാരണം അതിൽ കുറേ കാർബ്സും മിനറൽസും വിറ്റാമിൻസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ സ്പ്ലിറ്റൻസ് എന്തെങ്കിലുമൊക്കെ സ്പ്ലിറ്റൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കളയാൻ പറ്റത്തില്ല. കാരണം സ്പ്ലിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തുട്ടാ, നമ്മുടെ ഹെയർ ഇങ്ങനെ വിണ്ട് കീറണതല്ലേ, അത് വിണ്ട് കീറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തനിയെ ഒട്ടിപ്പോകുന്നില്ല. പക്ഷേ നമ്മൾ സ്പ്ലിറ്റൻസ് വരാനുള്ള ആ ഒരു കാരണങ്ങൾ നമ്മൾ ബ്രേക്കേജൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ചോറ് ഇട്ട് കഴിഞ്ഞാൽ അത് ഹെൽപ്പ് ചെയ്യും, നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിലുള്ളത് കേർഡാണ്, തൈരാണ്. അപ്പോൾ തൈര് നിങ്ങൾക്ക് കട്ടത്തൈര് യൂസ് ചെയ്യാം. കട്ടത്തൈര് യൂസ് ചെയ്യുമ്പോൾ ഇത്രയും വെള്ളം പോലെ ആവത്തില്ല കേട്ടോ. ഇതിപ്പോൾ തൈരും കൂടി അത്രയും ഇട്ടേക്കണോണ്ടാണ് ഇത്രയും വെള്ളം പോലെ ആയേക്കണം. അപ്പോൾ നിങ്ങൾക്ക് കട്ടത്തൈര് ഇടുവാണെങ്കിൽ ഇത്രയും എന്താ പറയുക ലൂസായിട്ട് കിട്ടത്തില്ല. നിങ്ങൾക്ക് കുറച്ച് കട്ടിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ വീട്ടിൽ കട്ടത്തൈരുള്ളവർ കട്ടത്തൈര് തന്നെ യൂസ് ചെയ്യാം. ഈ തൈരിൽ വിറ്റാമിൻസ് ഒരുപാടുണ്ട്. വിറ്റാമിൻസ് B5, D അങ്ങനെ കുറേ വിറ്റാമിൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കാൽപ്പിലുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ട്, ഇച്ചിനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനും കൂടി വേണ്ടിയാണ് നമ്മൾ കേർഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഹെയർ ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പാക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ ഭയങ്കര
എന്താ പറയുക ഹീറ്റ് ആകുമല്ലോ. അപ്പോൾ ഹീറ്റ് ആകുമ്പോൾ നമ്മുടെ ഹെയറൊക്കെ പൊട്ടിപ്പോകാതൊക്കെ ഇരിക്കാൻ വേണ്ടിയാണ് ഇതിൽ നമ്മൾ ഹെയർ ഓയിൽ ഇടുന്നത്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്ട്രീംലി ഡ്രൈ ഹെയർ ആണ്, ഡ്രൈ സ്കാൽപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പാക്ക് ഇടുന്നതിന് മുന്നേയും കുറച്ച് ഹെയർ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താൽ മതി. ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും സമയമില്ല അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊന്നും വീട്ടിലില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയർ ഭയങ്കര സോഫ്റ്റായിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കും. ഇനി പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലാവൻഡർ ഓയിൽ യൂസ് ചെയ്യാം. ലാവൻഡർ ഓയിൽ അത്യാവശ്യം നമ്മുടെ ഹെയറിനെ നല്ല സ്മൂത്തായിട്ട് ഷൈനി ആയിട്ട് വെക്കാൻ സഹായിക്കും, കണ്ടീഷൻഡ് ആയിട്ട് വെക്കാൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലാവൻഡർ ഓയിൽ ഇടാം, വേണമെങ്കിൽ ടീ ട്രീ ഓയിൽ ഇടാം. ഇത് സ്കാൽപ്പ് തൊട്ട് റൂട്ട് വരെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. കാരണം സ്കാൽപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മാറ്റാനും നമ്മുടെ ഹെയറിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മാറ്റാനൊക്കെ കൂടി ഒരു ഓവറോൾ ഹെയർ പ്രോബ്ലത്തിൻ്റെ ഉള്ളൊരു സൊല്യൂഷനാണ് ഈ ഒരു പാക്ക്. കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ് ചെയ്ത് നോക്കാം. ബാക്കിയുള്ള ഹെയറിലും കൂടി നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇതൊക്കെ ഹെയർ പാക്കൊക്കെ ഇടുമ്പോൾ മറ്റേ ഡീടാങ്കിൾ ചെയ്ത് മുടിയിൽ ചടയൊക്കെ കളഞ്ഞിട്ടൊക്കെ വേണം കേട്ടോ ഇടാൻ, അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോവും, അറിയാമല്ലോ. ഞാൻ വിചാരിച്ചത് എനിക്കിത് ഭയങ്കര കൂടുതലായിരിക്കും എന്നാണ്, പക്ഷേ എനിക്കിത് കറക്റ്റ്. കാരണം നമ്മൾ സ്കാൽപ്പിൽ മാത്രമല്ലല്ലോ ഇടണേ, നമ്മൾ ഹെയർ സ്ട്രാൻഡ്സ് ഫുള്ള് ഇടുന്നില്ലേ, അതുകൊണ്ട് ഇതെനിക്ക് കറക്റ്റ് ഇത്രയും കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മാക്സിമം എല്ലായിടത്തും തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് മുടിയൊക്കെ കെട്ടി വെക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഹെയർ ബാഗ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ വെച്ച് കെട്ടി വെക്കാം. ഞാനിവിടെ ഒരു ക്ലിപ്പും കൊണ്ട് വെറുതെ ടൈ ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളിതൊരു 1 hour തലയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വാഷ് ചെയ്ത് കളയാം. നല്ലൊരു ഷാംപൂ വെച്ച് കണ്ടീഷണർ വെച്ച് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല സിൽക്കി സ്മൂത്ത് ഹെയർ കിട്ടും. അപ്പോൾ നമുക്ക് 1 hour കഴിഞ്ഞിട്ട് കഴുകി നമ്മൾ മാക്സിമം ഹെയർ ഡ്രയർ ഒന്നും യൂസ് ചെയ്യാതെ എയർ ഡ്രൈ ചെയ്യണം. കാരണം നമ്മൾ തനിയെ അത് ഉണങ്ങാൻ വിടണം. എക്സ്റ്റേണൽ ഹീറ്റൊന്നും കൊടുത്ത് നമ്മുടെ ഹെയർ അങ്ങനെ ആവശ്യമില്ലാത്തപ്പോൾ ഉണക്കാൻ നിൽക്കരുത്. നമുക്കിപ്പോൾ എവിടെയും പോകാനൊന്നും ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് മുടിയൊക്കെ കഴിച്ചിട്ട് നല്ല ഫ്രീ ആയിട്ട് ഇട്ടിട്ട് ഉണക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് മുടിയൊക്കെ കഴുകിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈ ഹെയർ, അത്യാവശ്യം ഉണങ്ങിയ ഹെയർ. ഇതിൽ നിങ്ങൾക്ക് കാണാൻ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്, കണ്ടീഷൻഡ് ആയിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഇപ്പം നിങ്ങളുടെ ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഫ്രിസിനെസ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞ പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാഷ് ചെയ്ത് ഷാമ്പു ഇടുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ ഹെയർ ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊക്കെ തോന്നും. ഹെൽത്തി ഹെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് തൊട്ട് റൂട്ട് വരെയുള്ള ഹെയർ നല്ല ഹെൽത്തി ആയിരിക്കണമല്ലോ. അപ്പോൾ അതിനൊക്കെ കൂടിയുള്ളൊരു സൊല്യൂഷനാണ് ഈ ഒരു ഹെയർ പാക്ക്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയോ ഇല്ലയോ, എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ടും എൻ്റെ ഇൻസ്റ്റഗ്രാം ID-യിലായിട്ടും കൂടി മെസ്സേജ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.